ഹലോ, എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടൊമാറ്റോ റൈസ് ആണ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ടൊമാറ്റോ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനായി ഞാനിവിടെ 2 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല റൈസോ കൈമ റൈസോ എടുക്കാവുന്നതാണ്. അരി ഞാനിവിടെ നന്നായി കഴുകി ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാവുന്നതാണ്. ഞാനിവിടെ കുതിരാൻ വയ്ക്കുന്നില്ല. ഇനി നമ്മൾക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനൊരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഹോൾ ഗരം മസാല ചേർക്കാം. 2 ചെറിയ പട്ട, ഒരു 2 സ്റ്റാർ നട്ട്, 4 ഏലക്ക, ഒരു 6 ഗ്രാമ്പു, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഗരം മസാല എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ചേർക്കാം. ഒരു വലിയ സവാളയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കൊത്തിയരിഞ്ഞത് കൂടി ചേർക്കാം. ഇതിന് പകരം നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതിയാവും. ഇനി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല. ഉള്ളിയൊന്നും ഒരുപാട് വഴന്നു വരേണ്ട കാര്യമില്ല, ചെറുതായി ഒന്ന് വാടി വന്നാൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോ സവാള എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമ്മൾ ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി വെക്കേണ്ടതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1.5 ടീസ്പൂൺ ബിരിയാണി മസാല. ബിരിയാണി മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാല ചേർത്താലും മതിയാവും. ഇത്ര ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി പച്ചമണം മാറ്റിയെടുക്കാം. ഇപ്പോ മസാലപ്പൊടികളെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ വലിയ ഒരു 3 തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തു. നിങ്ങൾ എടുക്കുന്ന തക്കാളി ചെറുതാണെങ്കിൽ ഒരു 4 തക്കാളി വരെ എടുക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു പിടി മല്ലിയിലയും പുതിനയില അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾക്കിപ്പോൾ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി തക്കാളി എല്ലാം ഒന്ന് വെന്തുടയാനായി നമ്മൾക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് കുക്കറിന്റെ മൂടി തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി ചെറുതായി ഒന്ന് ഉടച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് ഉടഞ്ഞു പോകേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരിയിലേക്ക് മസാലയെല്ലാം നന്നായി ചേരുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1 മിനിറ്റ് നേരത്തേക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് അരി പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ അരിയും മസാലയും എല്ലാം 1 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. സാധാരണ വെള്ളമാണ് ഒഴിക്കുന്നത്, ചൂടുവെള്ളമല്ല.
2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ അരി 20 മിനിറ്റ് കുതിർത്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ എടുത്താൽ മതിയാവും. ഇനി റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ മസാലയ്ക്ക് ഉപ്പ് ചേർത്തതായതുകൊണ്ട് ഇപ്പം അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ബേ ലീഫ് കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിലിന് ശേഷം ഞാൻ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. ടൊമാറ്റോ റൈസ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചോറെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, ഒരുപാട് വെന്ത് പോയിട്ടുമില്ല. കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചൂടോടെ ഇളക്കുമ്പം അരിയൊന്നും പൊടിഞ്ഞു പോവാതെ നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതേ അളവിൽ തന്നെ എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് നിങ്ങൾക്ക് കിട്ടും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് കൊടുത്തു വിടാനും ഓഫീസിലേക്ക് കൊണ്ടുപോകാനുമായിട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. നിങ്ങൾ എല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.